ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി മെത്തഡോളജി അപ്രോച്ചിനെ പറ്റിയിട്ടാണ്. ആ പേരിൽ ഉള്ളതുപോലെ തന്നെ എ മൾട്ടി മെത്തഡോളജി അപ്രോച്ച് മീൻസ് യൂസിങ് മോർ ദാൻ വൺ വേ ഓർ ടീച്ചിങ് മെത്തേഡ് ടു ലേൺ സംതിങ്. നമുക്ക് ഒന്നിലധികം വേസ് അല്ലെങ്കിൽ മെത്തേഡ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് മൾട്ടി മെത്തഡോളജി അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു ടീച്ചർ ക്ലാസ് പ്യുവർ ലെക്ചർ മെത്തേഡിൽ ക്ലാസ് എടുക്കുന്നു. വേറൊരു ടീച്ചർ നമുക്ക് വീഡിയോസ് കാണിച്ചു തരുന്നു, ലെക്ചർ എടുക്കുന്നു, ഡിസ്കഷൻ തരുന്നു, കേസ് സ്റ്റഡി നടത്തുന്നു. ഏതായിരിക്കും ബെറ്റർ? ഡൗട്ടേ ഇല്ല അല്ലേ, രണ്ടാമത്തെ ആയിരിക്കും. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. എ മൾട്ടി മെത്തഡോളജി അപ്രോച്ച് യൂസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് മൾട്ടി മെത്തഡോളജി അപ്രോച്ച് എന്ന് പറയുന്നത്. The multi-methodology approach is also known as mixed method or integrated learning approach. ഇതിന് എന്തൊക്കെ പറയുന്നുണ്ടടാ? മിക്സഡ് മെത്തേഡ്, അതല്ല എങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് അപ്രോച്ച് എന്നും പറയുന്നുണ്ട്. ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് മീൻസ് നോട്ട് റിലയിങ് ഓൺ ജസ്റ്റ് വൺ വേ ഓഫ് ടീച്ചിങ് ഓർ ലേണിംഗ്. ഒരു വേ മാത്രം യൂസ് ചെയ്യാതെ ഒന്നിലധികം മെത്തേഡ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ മൾട്ടി മെത്തഡോളജി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ലെക്ചേഴ്സ് ആയിക്കോട്ടെ, ഡിസ്കഷൻ ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ആയിക്കോട്ടെ, പ്രൊജക്ട്സ് ആയിക്കോട്ടെ, എക്സ്പെരിമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇറ്റ് കവേഴ്സ് ദ വീക്ക്നെസ്സസ് ഓഫ് വൺ മെത്തേഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് അനദർ. എല്ലാ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാ കുട്ടികൾക്കും നമുക്ക് ഒറ്റ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല അല്ലേ. എല്ലാ മെത്തേഡ്സിനും അതിൻ്റേതായ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഈ ഒറ്റ മെത്തേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് അഡ്രസ്സസ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് എന്താണെന്ന് നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. വിഷ്വൽ, ഓഡിറ്ററി, റീഡിങ്, റൈറ്റിംഗ്, കൈനസ്തെറ്റിക്, ഇങ്ങനെ പല തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ചില കുട്ടികൾക്ക് വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കാം, ചില കുട്ടികൾ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കാം. അങ്ങനെ ഓരോരാൾക്കും ലേണിംഗ് സ്റ്റൈൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൾട്ടി മെത്തഡോളജി അപ്രോച്ചിൽ എല്ലാ തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽസും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇത് ഒരു റിച്ചർ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് പഠിപ്പിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ലെക്ചറോ റീഡിങ്ങോ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് അത് തിയറി മാത്രമായിരിക്കും അല്ലേ. ജസ്റ്റ് തിയറി എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം കേസ് സ്റ്റഡീസോ വീഡിയോസോ കാണിച്ചു കൊടുത്തിട്ട് തിയറിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ ബിസിനസ് വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Students discuss questions like which marketing strategy was best for small business. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ക്രിയേറ്റ് ആവും? ക്രിറ്റിക്കൽ തിങ്കിങ്ങും ടീം വർക്കും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസോ സിമുലേഷനോ കൊടുക്കുന്ന സമയത്ത് നോളജ് അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ റൈറ്റിംഗ് സ്കില്ലും റിഫ്ലക്ഷൻ സ്കില്ലും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പല മെത്തേഡും ഇൻക്ലൂഡ് ചെയ്യാം. പല മെത്തേഡ്സും യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക? ബ്രോഡർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഉണ്ടാവും. ലേണേഴ്സ് സീ ദ ടോപ്പിക് ഫ്രം മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് ആൻഡ് റിറ്റൻഷൻ കൂടും. ഇംപ്രൂവ്ഡ് റിറ്റൻഷൻ. ദെൻ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇതുവഴി കിട്ടും. ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു, ടീം വർക്കും അതല്ലെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി മെത്തഡോളജി അപ്രോച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. ദെൻ ഡൈവേഴ്സ് ലേണേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ മെത്തഡോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. യൂസിങ് വേരിയസ് മെത്തേഡ്സ് റാദർ ദാൻ റിലയിങ് ഓൺ സിംഗിൾ മെത്തേഡ്സ് ഫോർ ടീച്ചിങ്. ഒരു സിംഗിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് പകരം പല മെത്തേഡ്സും കമ്പൈൻ ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിനെയാണ് നമ്മൾ മൾട്ടി മെത്തഡോളജി അപ്രോച്ച് എന്ന് പറയുന്നത്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.